പറഞ്ഞു പോവുകയാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. നമ്മളിന്നിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്ന സിനിമ റോമൻ പോളിൻസ്കി എന്ന വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം നടനും തിരക്കഥാകൃത്തും പിന്നെ നിർമ്മാതാവും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം ഏകദേശം 23 ഫീച്ചർ ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, പലതിലും അഭിനയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതയാത്രയെ കുറിച്ചൊരു സംക്ഷിപ്ത ഒരു വിവരണം തന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കുകയുള്ളൂ. അദ്ദേഹം ജനിക്കുന്നത് 1933 ഫ്രാൻസിലെ പാരീസിലാണ്. അദ്ദേഹം അതിനുശേഷം പോളണ്ടിലേക്ക് വന്ന് താമസാക്കാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മറ്റേ പോളിഷ് ജൂത വംശജരും ഇതിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം നമ്മുടെ ലോകമഹായുദ്ധം തുടങ്ങുന്നത്, രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നത് ഏകദേശം 39 തൊട്ട് 44 കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുഴുവൻ വളരെയധികം യാതനകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിട്ടുള്ളൊരു കാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ നാസി പട്ടാളത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോകുന്നതും അവരെ വളരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതും. അദ്ദേഹത്തിൻ്റെ അച്ഛനെയും നാസി പട്ടാളക്കാരെ തടവിലാക്കി കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ്. ഈ കുട്ടിക്കാലത്ത് ഒളിച്ചിരുന്നാണ് താമസിക്കുന്നത്. അദ്ദേഹം കുറച്ചു നാളൊരു റോമൻ കാത്തലിക്സ് കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഒക്കെ മാറ്റിയിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം അങ്ങനെ താമസിക്കുന്ന ഒരു സമയത്ത് ഒരു കാത്തലിക് പ്രീസ്റ്റ് ആ വീട്ടിൽ വരികയും ഈ കുട്ടീനോട് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവാണ് ഇത് കാത്തലിക് ആയിട്ടൊരു കുട്ടിയല്ലെന്ന്. അന്നത്തെ ആ ഒരു കാലത്ത് ഈ നാസി പട്ടാളം അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതിനുശേഷം യുദ്ധം കഴിഞ്ഞു, ഇദ്ദേഹം അച്ഛൻ രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ സിനിമയിൽ ഭയങ്കര അഭിനിവേശമുള്ളൊരു ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ലോർഡ്സ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് സിനിമ സംവിധാനം പഠിക്കുകയാണ്. അങ്ങനെ 1959 അദ്ദേഹം സിനിമ സംവിധാനം പഠിച്ചു വന്നതിന് ശേഷം 2-3 ഷോർട്ട് സ്റ്റോറീസ്, 2-3 ചെറു ഫിലിമുകളുടെ സംവിധാനം ചെയ്യുന്നു. അതിനുശേഷം 1962 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം, പോളിഷ് ഫീച്ചർ ഫിലിം നൈഫ് ഇൻ ദ വാട്ടർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം അദ്ദേഹം എടുക്കുന്നത്. ഏകദേശം ഈ ഒരു സിനിമ മാത്രമാണ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലമില്ലാത്തൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തത്. ഇതിൻ്റെ ഇതിവൃത്തം വളരെ സിമ്പിളായിട്ടൊരു ഇതാണ്. ഒരു 2 ദമ്പതിമാർ ഒരു ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ്.